ഹായ്, ഞാൻ ഡോക്ടർ ദീപ്തി, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് യങ് ഗേൾസിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. മെൻസ്ട്രൽ ഹൈജീൻ എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു ദിവസത്തിൽ മിനിമം 2 തവണയെങ്കിലും ബോഡി വാഷ് ചെയ്യുക, അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ മാറ്റുക, അത് വെയിലത്തിട്ട് ഉണക്കുക, അതുപോലെ പാഡൊക്കെ നനയുന്നതിനനുസരിച്ച് മാറ്റുക. അടുത്തത് നമ്മുടെ ഹാൻഡ് ഹൈജീൻ ആണ്. ഈ പാഡുകൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നീട് ടോയ്ലറ്റ് ഹൈജീൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എപ്പോഴും നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഈ ജനൈറ്റൽ ഏരിയ ഒക്കെ എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അവിടുത്തെ ഹെയറുകളൊക്കെ ക്ലിപ്പ് ചെയ്യുക, അതായത് ഹെയർ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി സൂക്ഷിക്കുക. മാക്സിമം ഷേവിങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയുള്ളത് പറയുന്നത് മെൻസ്ട്രൽ സമയത്ത് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്, അതായത് സാനിറ്ററി പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ പഴം തുണികൾ അതുപോലെ കോട്ടൺ തുണികളൊക്കെ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് സാനിറ്ററി നാപ്കിൻസ്, അതായത് പാഡുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുക. ഈ ചെറിയ കുട്ടികൾ, അതായത് ഈ അഡോളസന്റ് ഏജിൽ കുട്ടികൾക്ക് എപ്പോഴുള്ള ഡൗട്ടാണ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, അതായത് പാഡ് വേണോ മെൻസ്ട്രൽ കപ്പ് വേണോ എന്നുള്ളത്. ഇത് ആക്ച്വലി പേഴ്സണൽ ചോയ്സ് ആണ്. പാഡുകൾ ചിലർക്ക് ഇച്ചിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതേപോലെ നനയും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പുകൾ യൂസ് ചെയ്യാം. കപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ ചിലർക്ക് വിഷമം കാണും, അങ്ങനെയുള്ളവർ പാഡുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ മാക്സിമം ഈ വജനൽ വാഷ് പോലെയുള്ള കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കുളിക്കുന്ന സമയത്തുള്ള ഒരു സോപ്പ് കൊണ്ടുള്ള വാഷ് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലാതെ എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത്, നമ്മൾ എപ്പോഴും ഒരു മെൻസ്ട്രൽ കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ പീരീഡ്സ് എപ്പോഴാണോ വരുന്നതിനനുസരിച്ച് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. ആവശ്യത്തിന് പാഡുകളോ അല്ലെങ്കിൽ കപ്പാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് റെഡി ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിച്ച് സമയാസമയങ്ങളിൽ മൂത്രം ഒഴിക്കുക. ഒരിക്കലും മൂത്രം പിടിച്ചു വെക്കാൻ ഇരിക്കുക. അവസാനമായി പറയാനുള്ളത് പാഡ് ഡിസ്പോസലിനെ പറ്റിയിട്ടാണ്. ഈ സാനിറ്ററി പാഡുകളൊക്കെ എപ്പോഴും പ്രോപ്പർ വേയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും അത് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ ഡിസ്പോസ് ചെയ്യാതെ ഇരിക്കുക. താങ്ക് യു.